ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തെവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും ഹസ്ബൻഡും 2 ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് കറക്റ്റ് പ്ലാനും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എന്തായാലും വേണ്ടി നമുക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന് വെച്ചിട്ടാണ് പോണത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോയിട്ട് ഗൈസ്, നമ്മൾ കവേക്ക് പോകാനാണ് പ്ലാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കവേക്കാണ് പോകുന്നത്. പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ വയറ്റിൽ കൊക്കോപോയിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നന്നായി വിശക്കും. നമ്മളൊരു ചായക്കട തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു 3:30-4 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നല്ലൊരു ചായക്കട കണ്ടിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ വന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് പിന്നെ ആര് ക്യാമറ പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഷോ ഇറക്കണമല്ലോ. അപ്പോൾ അതിനുള്ള കുറച്ച് കാട്ടിക്കൂട്ടിലാണ് ഈ കാണുന്നത്. പിന്നെ ഒരു യൂട്യൂബറാണെന്നൊക്കെ അറിഞ്ഞോട്ടെ വെച്ചിട്ട് എല്ലാവരും മുന്നിൽ ഒന്ന് ഷോ ഇറക്കൽ തന്നെ മെയിനാവുകയാണ് നമ്മുടെ വലിയൊരു ഹോബി. കണ്ടോ, കാട്ടിക്കൂട്ടലൊന്നും ഒരു കുറവില്ല. ക്യാമറ ഓഫാക്കാൻ വേണ്ടി വെയിറ്റ് ആക്കി ഇരിക്കുകയാണേ. പിന്നെ ഇപ്പോൾ ഓളുടെ മാത്രമല്ലല്ലോ, ഇൻ്റെ കുറച്ച് പ്രവർത്തനങ്ങളും ഉണ്ടാവും. ഇനിയിപ്പോൾ ഓനെ കൂട്ടിയില്ലാന്ന് വേണ്ട, പിന്നെ ഇൻ്റെ കുറേ കാട്ടിലൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കുക തന്നെ, അല്ലാണ്ട് വേറൊരു വഴിയില്ല. പിന്നെ മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ശില്പ. ഇവളെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞങ്ങൾ ഒരേ വൈബാണ്. ഞങ്ങൾ രണ്ടാളും ചേർന്നാൽ പിന്നെ അവിടെ വേറെ ഒന്നും വേണ്ട. അപ്പം ഈ വീഡിയോയിൽ ഞങ്ങളെ കുറേ പ്രവർത്തനങ്ങൾ കാണാൻ പറ്റും. ഇവളിൻ്റെ ഒരു കംഫർട്ട് സോണാണ്. എൻ്റെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും ഇവള്. ഡെയിലി ഞങ്ങൾ വിളിക്കും. രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം വല്ല മരുന്ന് കുടിക്കണം പോലെ ഞങ്ങൾ വിളിക്കും. എന്നാലും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കഴിയേയില്ല, അത്രക്കും ഉണ്ടാവും. പിന്നെ ചെക്കന്മാർ രണ്ടാളും മുന്നിലിരുന്ന് ഇങ്ങനെ മെയിനായിട്ടുണ്ട് കേട്ടോ, ഓരോരോ വണ്ടിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക. അങ്ങനെ നമ്മൾ മലമ്പുഴയുടെ മുന്നിൽ കൂടെ പോകട്ടോ. അപ്പോൾ മലമ്പുഴയിലൊന്നും നമ്മൾ കയറുന്നില്ല, നമ്മൾ നേരെ കവയൊക്കെ ഒരൊറ്റ വെച്ച് കൊടുത്താണ്. പിന്നെ നമ്മൾ ഡാമിൻ്റെ സൈഡിൽ കൂടെ പോകാട്ടോ. ഡാം തുറന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണേ. ആ വഴി തന്നെ ഉണ്ടോ, നല്ല അടിപൊളിയായിരുന്നു. ചെറിയൊരു മഴച്ചാറലും ഒക്കെ ആയിട്ട് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണൊരു വൈബായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തലയിട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ. നമ്മൾ കോൺ അതുപോലെ ഉപ്പിലിട്ടതൊക്കെ കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. അപ്പോൾ അവിടെ നല്ല ഭംഗിയുണ്ട്. അവിടെ ആൾക്കാർ ഇറങ്ങിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പറച്ചിലൊക്കെ അൺഎക്സ്പെക്റ്റഡാ, പക്ഷെ ഒക്കെ ഷോ ആണ്. എന്താലേ ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പേ മെയിൻസാണേ. അങ്ങനെയൊക്കെയാണ് വിചാരം. പിന്നെ ഇനി ഇവരി നിർത്തിയിട്ട് എടുത്ത് കഴിഞ്ഞാലേ ഇവനെ ലാസ്റ്റ് വരെ നമ്മളെയൊന്നും അപ്പം കൂട്ടിയില്ല എന്നൊക്കെ പറയും ചിലപ്പോഴേ. ഇവളാണെങ്കിൽ ഇവളെ വീഡിയോ എടുക്ക് വേണ്ടൊരു സമാധാനം തന്നെയല്ല. ഇവളെ വീഡിയോ എടുത്താൽ പിന്നെ ഇപ്പം ഒക്കെ സഹിക്കൂലല്ലോ. അപ്പം പിന്നെ ഇന്ത്യയും കുറച്ച് കാട്ടിലുണ്ടാവും. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾ രണ്ടാളൊരു മെയിൻ സാവലാണ് കേട്ടോ. പിന്നെ ദാണ്ടൊക്കെ ക്യാമറ ഓണൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോറയുടെ കൂടെ പൂച്ചി വരുന്ന മാതിരി ഇവിടെ വരും. ഗൈസ്, നമ്മൾ കവയിലെത്തി. അടിപൊളിയാണ്, സൂപ്പറാണ്. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു വീഡിയോ എടുക്കാനുള്ള പരിപാടിയിലാണ്, ഒരു റീൽസ് എടുക്കാൻ. നല്ല കാറ്റുണ്ട് ഗൈസ്, ഇവിടെ നല്ല കാറ്റുണ്ട്. കോട്ടിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ ഓട്ടൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ ചിറാപ്പുഞ്ചിരി വീഡിയോ എടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണിത്. പിന്നെ ശില്പ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് കേട്ടോ. ഓളുടെ കുറേ കാട്ടിലുണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ട് കാട്ടുണ്ട്. ഓള് കരാട്ട ടീച്ചറാണേ. ചെറിയ കളികളൊന്നല്ല, ഒക്കെ വലിയ കളികളാണ് ആൾക്ക്. ഇതൊക്കെ പിന്നെ ഇവിടത്തിൽ ഇടണം പറഞ്ഞേക്കണം കേട്ടോ. ഇതെന്തായാലും ഇടണം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കാട്ടണതൊക്കെ. ഇനിയിപ്പോൾ അവിടെ നമ്മൾ പാക്കപ്പ് പോരെയാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു, അതിൻ്റെ ഇഷ്ടമാണ് കേട്ടോ. ടൈമൊന്നും അത്രയൊന്നും ആയിട്ടില്ല. ഗൈസ്, വണ്ടിയോടുള്ള ഒരു പ്രണയം നോക്കൂ. എന്താണ് ഇവിടെ നടക്കുന്നത്, നിങ്ങളിത് കാണുക. എന്താണിത്? ഇതുണ്ടോ അപ്പൂൻ്റെ ഒരു ശുഷ്കാന്തി. കണ്ടില്ലേ, അത് ക്ലീനായി. ഇതൊക്കെ വലുത് എന്ത് വേണം? അതെ, സെൽഫ് സർവീസാണ്. മെയിനായിട്ടുള്ള മദർലാൻഡ് മസാല സോഡ കുടിക്കാന്ന് വിചാരിച്ചു വന്നാ കേട്ടോ. അവിടെയും ഞങ്ങളെ ഷോ തന്നെ. നമ്മുടെ നാട്ടുകാർ കുടിക്കാൻ വേണ്ടി വന്നേക്കണം. ആദ്യം ഞാൻ ഓനക്ക് തന്നെ കൊടുത്തിട്ടോ. ഓൻ്റെ റിയാക്ഷൻ അറിഞ്ഞിട്ടാണ് കുടിക്കാൻ വിചാരിച്ചിട്ട്. പിന്നെ എൻ്റെ ഉഴായി, ഞാൻ കുടിച്ചു നോക്കി.
എങ്ങനെയുണ്ട്? അടിച്ചക്ക പറയ്. അതാണ് വേലപ്പെട്ട രണ്ട് ബിരിയാണി ഒന്നിച്ച് കഴിക്കേണ്ടതാണ്. അടിച്ചക്ക. ഏയ് എന്താ ഓരോരോ റൊമാൻറ്റിക് അല്ലേ. ഫുഡ് സ്പോട്ട് നോക്കിയിട്ട് പട്ടാമ്പി എത്തിയപ്പോ റൈദാൻ മന്തിയിലാണ്ട് കേറിട്ടോ. വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ, ഞങ്ങൾ പെപ്സി കുടിച്ചാണ് തുടങ്ങിയതാണ്. പിന്നെ ഫുഡാണ്ട് വന്നു. ബീഫ് മന്തി ഉണ്ടായിരുന്നു, അൽഫാം മന്തി ഉണ്ടായിരുന്നു, സെറ്റായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.